ഹായ് മകളെ, ഈ ഒരു കഥ ഒരു പക്ഷേ നിങ്ങൾ കേട്ടതായിരിക്കും. എപ്പോഴൊക്കെ കേൾക്കുകയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെയുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയായിട്ട് ഈ ഒരു കഥയുമായിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. മകളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂടുതൽ കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തി വെക്കുക. മകളെ, ഒരു യാത്രക്കാരൻ അദ്ദേഹം ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുകയാണ്. ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വരികയാണ്. അദ്ദേഹത്തിന് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു ചെരുപ്പ് കുത്തി ഇരിക്കുന്നുണ്ട്. ആ ചെരുപ്പ് കുത്തിനോട് ചോദിച്ചു, ഏട്ടാ, ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം? ആ ചെരുപ്പ് കുത്തി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഞാൻ ഇനി ശബ്ദം കുറച്ചുകൊണ്ട് സംസാരിച്ചതുകൊണ്ടായിരിക്കാം ഒന്നുകൂടി ശബ്ദം കൂട്ടി പറയാമെന്ന് വിചാരിച്ചു. ഏട്ടാ, ഇനി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്ര ദൂരം കൂടി യാത്ര ചെയ്യാനുണ്ട്? ആ സമയത്തും അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല. ഇനി അദ്ദേഹം വിചാരിക്കുകയാണ്, ഞാൻ പറഞ്ഞ ലാംഗ്വേജിൻ്റെ പ്രശ്നമാണോ ഇനി മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് അറിയില്ല, ഇന്ന് തന്നെ ആണെങ്കിലും പോവാമെന്ന് കരുതുകയാണ്. അങ്ങനെ അദ്ദേഹം കുറച്ച് ദൂരം മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ചെരുപ്പ് കുത്തി ഇതേ മലയാളത്തിൽ തന്നെ പറയുകയാണ്, ഏട്ടാ നിൽക്കൂ, നിങ്ങൾക്ക് 10 മിനിറ്റ് നടക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ഇവരെന്താ എന്നെ കളിയാക്കിയതാണോ? 2 തവണ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു എത്ര ദൂരം യാത്ര ചെയ്യാറുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹം ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഒന്ന് ചോദിക്കാമെന്ന് കരുതി അദ്ദേഹം ഇവരുടെ അടുത്തേക്ക് തിരിച്ചു വരികയാണ്. അല്ല ഏട്ടാ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആദ്യം 2 തവണ ഞാൻ ചോദിച്ച സമയത്തും നിങ്ങൾ മറുപടി ഒന്നും തരാതിരുന്നത്? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. നിങ്ങൾ എത്ര വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ എത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആ ദൂരം കവർ ചെയ്യുമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊരു ഫിസിക്സ് ഒന്നുമല്ല, ഏകദേശം ഒരു കണക്കാണ്. ഇതിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ചാൽ, മക്കളെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ SSLC ലൈഫിലെ 150 ഡേയ്സ് പാസ് ചെയ്തിരിക്കുന്നു. അതായത് 360 ദിവസങ്ങളിൽ 300 ദിവസം നിങ്ങൾക്ക് SSLCക്ക് ഉണ്ടെങ്കിൽ 150 ദിവസം നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഒരു പക്ഷേ പല ആളുകൾക്കും ഇതിനെ പറ്റിയുള്ളൊരു ബോധം ഉണ്ടാവില്ല. അതായത് ഇനി നിങ്ങൾക്കുള്ളത് വെറും 150 ദിവസങ്ങളുടെ കുറവ് മാത്രമാണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ട്, ക്രിസ്മസ് എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്, വെക്കേഷനുകളുണ്ട്, ടൂറുണ്ട്, കായിക എല്ലാ മേളകളും നിങ്ങൾക്കുള്ള സമയമാണ്. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും പഠിക്കാനുള്ളൊരു മനസ്സ് വരുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആ ഒരു ദൂരം അല്ലെങ്കിൽ ആ സ്പീഡ് എന്ന് പറയുന്നത് കുറവാണ് എങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ പബ്ലിക് എക്സാം എത്തുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ച ഒരു എയിമിലേക്ക് എത്താൻ പറ്റണമെന്നില്ല. അതായത് നിങ്ങൾ കുറച്ചധികം സ്പീഡിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനോട് കൂടി എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് വിചാരിച്ച ഒരു എയിമിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. 10ാം ക്ലാസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഒന്ന് SSLC എക്സാം തന്നെയാണ്. സോ ആ SSLC എക്സാമിൽ A+ നേടുക എന്നത് തന്നെ ആയിരിക്കും ടെൻഷനേക്കാൾ അപ്പുറം നിങ്ങളുടെ എയിം അഥവാ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സ്പീഡിലാണ് യാത്ര ചെയ്യേണ്ടത് എന്നറിയാത്ത ആളുകൾക്ക് സ്പെഷ്യൽ ആയിക്കൊണ്ട് നമ്മൾ ഇന്ന് രാത്രി ഒരു ലൈവ് പോകുന്നുണ്ട്. ഒരു ബാച്ച് ഓറിയൻറ്റേഷൻ ആണ്. സോ അതിലേക്ക് നിങ്ങൾ വരിക, അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ പല ആളുകൾക്കും ഈ ഒരു കാര്യം അറിയലുണ്ടാവില്ല. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനോടും പറയുക, ഇന്നത്തെ രാത്രി ലൈവിലേക്ക് വരാൻ പറയുക. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള വീഡിയോകളുമായിട്ട് മോട്ടിവേഷനുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ ഗൈസ്.